സൈൻ സ്ക്വയർ എക്സിൻ്റെയും കോസ് സ്ക്വയർ എക്സിൻ്റെയും ഇൻ്റഗ്രൽസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. ആദ്യത്തെ ഐഡൻറ്റിറ്റി കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അതുപോലെ തന്നെ കോസ് 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഈ രണ്ട് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈൻ സ്ക്വയർ എക്സിൻ്റെയും കോസ് സ്ക്വയർ എക്സിൻ്റെയും ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഐഡൻറ്റിറ്റി കോസ് 2x ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. അതിൽ നിന്നും കോസ് സ്ക്വയർ എക്സ് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ 1 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x എന്ന് കിട്ടും. അതിൽ നിന്നും 2 ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x ഓൾ ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഈ ഐഡൻറ്റിറ്റിയിൽ നിന്നും -2 സൈൻ സ്ക്വയർ എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, കോസ് 2xനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x. ദെൻ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് 2x ഓൾ ഡിവൈഡഡ് ബൈ 2ഉം അതുപോലെ കോസ് സ്ക്വയർ എക്സിന് പകരം 1 പ്ലസ് കോസ് 2x ഓൾ ഡിവൈഡഡ് ബൈ 2ഉം റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കറിയാവുന്ന ഇൻ്റഗ്രേഷൻ്റെ റൂൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇൻ്റഗ്രൽസ്. ആദ്യത്തെ ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് 2x ഓൾ ഡിവൈഡഡ് ബൈ 2 അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ആണ്. ഇനി ഇതിൽ 1/2 കോൺസ്റ്റൻ്റ് ആണ്, ഓൾ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ 1/2 കോൺസ്റ്റൻ്റ് ആണ്. 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2x ആണ്. കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുക്കാം. 1 മൈനസ് കോസ് 2x ഡി എക്സ്. ദെൻ സെപ്പറേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ കോസ് 2x ഡി എക്സ്. സോ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എക്സ് ആണ്, മൈനസ് കോസ് 2xനെ കോസ് കെ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ കെ എക്സ് ബൈ കെ. സോ ഇവിടെ കോസ് 2x ആണ്. സോ സൈൻ 2x ഡിവൈഡഡ് ബൈ 2. പിന്നെ ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റൻറ്റ് സിയും. 1/2 രണ്ടിനും ബാധകമാണ്. സോ 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 1/2x മൈനസ് ഇവിടെ ഓൾറെഡി ഒരു 1/2 ഉണ്ട്. സോ 1/4 സൈൻ 2x പ്ലസ് സി. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ചെയ്യാവുന്നതാണ്. ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സിന് പകരം 1 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 ഡി എക്സ്. 1/2 കോൺസ്റ്റൻ്റ് ആണ്. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 പ്ലസ് കോസ് 2x ഡി എക്സ്. ദെൻ നേരത്തെ പോലെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. 1 ഡി എക്സും കോസ് 2x ഡി എക്സും 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് കോസ് 2xൻ്റെ സൈൻ 2x ഡിവൈഡഡ് ബൈ 2. അവിടുത്തെ പ്ലസ് മാറി മൈനസ് മാറി ഇവിടെ പ്ലസ് ആയി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1/2x പ്ലസ് 1/4 സൈൻ 2x പ്ലസ് സി. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടാൻ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷനും കൂടി നമുക്ക് ചെയ്യാം. അതിന് ഡയറക്റ്റായിട്ട് ആൻറ്റി ഡെറിവേറ്റീവ് ഇല്ല. ഇതിനും ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് സ്ക്വയർ എക്സിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് നമുക്കറിയാം ടാൻ എക്സ് ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നിന്നും ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. സോ ഇവിടെ ടാൻ സ്ക്വയർ എക്സിന് പകരം നമ്മൾ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ്. ഡിഫറൻസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്
ദെൻ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് ആണ്. സോ ടാൻ എക്സ് ഇൻ്റഗ്രൽ 1 dx എന്നുള്ളത് എക്സ് ആണ് പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് സി. സോ ഇങ്ങനെയാണ് ടാൻ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ.